ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഒരു കുക്കിംഗ് കേട്ടോ. രാവിലെ ഞാൻ മൈദ ദോശയാണ് തയ്യാറാക്കുന്നത്. മൈദ ഒരു മുട്ടയിട്ട് നല്ലപോലെ കട്ടയില്ലാതെ കലക്കിയിട്ട് ചുട്ടെടുത്തതാണ് കേട്ടോ. ചിക്കൻ മേടിച്ചിട്ടുണ്ട്, ഇനി അത് കറി വെക്കണം. ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് ഇട്ടതാണ്. നല്ലപോലെ ചോപ്പ് ചെയ്ത് കിട്ടിട്ടോ. ഞാൻ മീഷോന്ന് 2 മേടിച്ചതായിരുന്നു. 170 റുപ്യക്ക് ഓഫറിൽ കിട്ടിയതായിരുന്നു, അങ്ങനെ മേടിച്ചത്. നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി നല്ലപോലെ വാട്ടിയെടുക്കാം. ഇന്ന് രാവിലെ എല്ലാവർക്കും എന്താ സ്പെഷ്യല്? ചോപ്പറിൽ തന്നെ ഞാൻ തക്കാളി അങ്ങ് ചോപ്പ് ചെയ്തിട്ടതാണ്. പെട്ടെന്ന് ആയി കിട്ടേണ്ടിട്ട് ചെയ്യുന്ന പണിയാണ് അതൊക്കെ. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി കഴിയുമല്ലോ. ഇനി അതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ വാടട്ടെ. ഞാൻ ഉള്ളി ചോപ്പറിലിടുന്ന സമയത്ത് തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം അതിൽ തന്നെ ഇട്ട് ഒന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്ത കേട്ടോ. എന്നിട്ട് നല്ലപോലെ വഴറ്റിയതാണ്. ഇപ്പം നമുക്ക് തക്കാളി ഉള്ളിയെല്ലാം നല്ലോണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് മസാല ഇടാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. മല്ലിപ്പൊടി ഞാൻ 2 സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇറച്ചി മസാലപ്പൊടി 1 സ്പൂൺ ഇറച്ചി മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മസാലകളെല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. ഗരം മസാലപ്പൊടി 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ചിക്കൻ കഴുകി നല്ല വൃത്തിയാക്കി അതും ഇട്ട് എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഞാനിതിൽ ഉരുളക്കിഴങ്ങൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇവിടെ ആർക്കും പറ്റൂല. ഇങ്ങനെ ഉള്ളിയും തക്കാളിയെല്ലാം ചോപ്പ് ചെയ്തിട്ടാൽ കറിക്ക് നല്ല കട്ടി ഉണ്ടാവും. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. ചിക്കനും മസാല എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഗീ റൈസ് തയ്യാറാക്കാം. ഒരു വെല്ലുള്ളി വാട്ടി അതിലേക്ക് 1 പട്ട, 3 ഏലക്ക, 2 ഗ്രാമ്പു എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ നല്ലപോലെ വാട്ടി കൊടുക്കുക. ഓയിലാണ് ഞാൻ വെക്കുന്നത്. എല്ലാം ഞാൻ മുമ്പ് ഇട്ടതാണ് കേട്ടോ. അരി അളന്ന് അതേ പാത്രത്തിൽ 1/4 പാത്രം വെള്ളം ഒഴിച്ച് അതിലേക്ക് 2 ലെമണും പിഴിഞ്ഞ് ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലപോലെ പതക്കണം. എല്ലാവരും വിശേഷം എന്തൊക്കെയാ? എല്ലാവർക്കും സുഖം തന്നെ. പിന്നെന്തല്ല വിശേഷം? ഓരോ ദിവസം അങ്ങനെ മുന്നോട്ട് പോവുക കേട്ടോ. ഓരോ വാർത്തകളെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. വേറെ എന്തൊക്കെയാണ്? എൻ്റെ പേര് ഷെഫീല എന്നാണ് കേട്ടോ. നസ്നാസ് കിച്ചൺ എൻ്റെ ചാനലിൻ്റെ പേരാണ്.
ഞാൻ കോഴിക്കോട് ജില്ലയിൽപ്പെട്ട നന്ദി ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ താമസിക്കുന്നത്. കഴുകി ഊറ്റി വെച്ച കൈമ റൈസ് ഇട്ട് കൊടുക്കുക. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ലൈവൊന്നും ഇടാറില്ല, ഫേസ് കാണിക്കാതെയാണ് അധികം വീഡിയോസും ഇടാറ്. എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അരിയും വെള്ളമെല്ലാം നല്ലോണം തിളച്ചിട്ട് സിമ്മിലാക്കിയിട്ട് അവിടെ വെക്കുക. അപ്പോൾ അതങ്ങ് റെഡിയാവും. പിന്നെ എനിക്ക് കുട്ടികളോടാണ് കേട്ടോ, പഠിക്കുന്ന കുട്ടികളോടാണ് പറയാനുള്ളത്. എല്ലാവരും കുക്ക് ചെയ്യാൻ പഠിക്കണം കേട്ടോ. അത്യാവശ്യത്തിനുള്ളത് ക്യാരറ്റാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടത്. അത്യാവശ്യത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റും ചോറും കറികളും ഒക്കെ പഠിക്കണം കേട്ടോ. എന്ത് പഠിച്ചു കഴിഞ്ഞാലും പഠിക്കണം. ചോറും ചിക്കൻ കറിയും രാവിലത്തേതും ഒക്കെ റെഡിയായി. എല്ലാവരും ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.